കുറച്ച് ഫുഡൊക്കെ നമുക്ക് പാക്ക് ചെയ്തിട്ട് പോവാം. പാക്ക് ചെയ്ത് പോകുന്നത് എങ്ങോട്ടാണെന്നുള്ളതല്ലേ നമുക്ക് വഴിയേ കാണാം കേട്ടോ. വലിയ സംഭവമൊന്നുമല്ല. എന്നാലും നമ്മൾ ഈ വ്രാപ്പാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. അതായത് നമ്മുടെ ചപ്പാത്തി ഉണ്ടല്ലോ, ചപ്പാത്തിയുടെ അകത്ത് കുറച്ച് മുട്ടയും ഒന്ന് കൊത്തി പൊരിച്ചു. അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ നഗറ്റ്സ് ഉണ്ടായിരുന്നു, അതങ്ങോട്ട് കുക്ക് ചെയ്തിട്ട് അതും അങ്ങ് മൊത്തത്തിലൊന്ന് എന്താ പറയുക പൊരിച്ചെടുത്തിട്ട് അതങ്ങ് വ്രാപ്പ് പോലെ ആക്കി കേട്ടോ ചപ്പാത്തിക്ക്. ഡുങ്ങുടുവാണെങ്കിൽ വെള്ളം എല്ലാം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് ഞാൻ പുറത്തേക്ക് വെച്ച് ഒരു ബാഗിനകത്ത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് വേഗം പോയി റെഡി ആയിട്ട് വരാം. അപ്പോൾ പോകുന്ന മറ്റെവിടേക്കുമല്ല, പിള്ളേർക്ക് ഇന്ന് ഡാൻസ് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഡാൻസ് ക്ലാസ്സിൻ്റെ ടൈമിംഗ് ആയിരുന്നു കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു. കാരണം ഡുങ്ങുടുവിന് 1 to 2 അതുപോലെ തന്നെ സച്ചുവിന് 3 to 4 ആയിരുന്നു. അപ്പോൾ ഇതിനിടയിലുള്ള 1 മണിക്കൂറിൻ്റെ ഗ്യാപ്പിനകത്ത് നമുക്ക് വീട്ടിലോട്ട് വന്ന് പോകാനുള്ള സമയമില്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു ആ 1 മണിക്കൂർ അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും കഴിക്കാം എന്ന് വിചാരിച്ചു. കാരണം തിരിച്ച് വരുമ്പോഴേക്കും 4:30 ആവുമല്ലോ. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് സച്ചുവിൻ്റെ ക്ലാസ് 3 to 4 വരെ എന്നുള്ളത് മിസ്സിന് എന്തോ തിരക്കുള്ളതുകൊണ്ട് 2 to 3:30 വരെ ആക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കാരണം കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. ഒരു അരമണിക്കൂർ നമ്മൾ ലാഭിച്ചു. ഡുങ്ങുടുവിൻ്റെ ക്ലാസ്സിൻ്റെ സമയത്ത് എനിക്ക് അവിടെ ഒരു കൂട്ട് കിട്ടിയോണ്ട് ഞാൻ അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് പിന്നെ അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. ഡുങ്ങുടുവിൻ്റെ ക്ലാസ്സും കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് തന്നെ സച്ചുവിന് ഫുഡൊക്കെ കൊടുത്തിട്ട് സച്ചുവിനെ വേഗം ക്ലാസ്സിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കൂട്ടില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ പതുക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞാനും പിന്നെ ഫുഡൊക്കെ കഴിച്ച് ബാക്കി ഉണ്ടായിരുന്ന ഡുങ്ങുടുവിനും കഴിപ്പിച്ചു കേട്ടോ. ഇനിയിപ്പോൾ 1 മണിക്കൂർ നമ്മളിവിടെ പോസ്റ്റാണ്. പക്ഷേ എന്നാലും കുഴപ്പമില്ല. ഞാൻ മൊത്തത്തിലൊരു 1 മണി തൊട്ട് 4 മണി വരെ പോസ്റ്റ് ആവും എന്ന് വിചാരിച്ചു കൊടുത്ത് നമുക്ക് കുറച്ചൊക്കെ പോസ്റ്റിംഗ് കുറഞ്ഞ് കിട്ടിയല്ലോ എന്നോർത്ത് സമാധാനം. കൂട്ട് കിട്ടിയോണ്ടും കുറേ നേരം അങ്ങനെ സമയമൊക്കെ പോയേ. അങ്ങനെ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സച്ചുവിനെ നമ്മൾ പിക്ക് ചെയ്യാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ ആ ഹോളിനകത്താണ്, അവിടെ റൂമിലാണ്. അപ്പോൾ അവിടെ പോയി ഡുങ്ങുടും അങ്ങനെ പിക്ക് ചെയ്തുകൊണ്ട് വന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാം. ഏകദേശം ഒരു വൈകുന്നേരം 4 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് വീട്ടിലെത്താൻ പറ്റും. അത് കാരണം ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ കുടിക്കാം. അത് കാരണമാണ് നമ്മളിന്ന് പാക്ക് ചെയ്തെല്ലാം കൊണ്ടുപോയത്.